മണ്ഡലത്തിന്റെ സ്വഭാവം കൂടി നിർണ്ണയിക്കുന്നതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് ആഗ്രഹിക്കുന്നത്? രാഹുൽ ഗാന്ധിയാണോ, അതോ നരേന്ദ്രമോദിയോ, അതോ ശശി തരൂരോ? ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഉത്തരം വന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് 34.6% പേർ വോട്ട് രേഖപ്പെടുത്തുന്നു. മോദിക്കത് 25.8 ആണ്. മല്ലികാർജുൻ ഖാർഗെയുണ്ട് 3.4. അതിനു മുകളിലാണ് അരവിന്ദ് കെജ്രിവാൾ 8.7. ശശി തരൂർ 9.8. അപ്പൊ അവിടെ ഒരു കോൺഗ്രസ് മൈൻഡ് ഉണ്ട് അല്ലെ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം. അവിടെ ശശി തരൂരിനും മല്ലികാർജുൻ ഖാർഗെക്കും വോട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ഏതാണ്ട് 50%-നടുത്ത ആളുകൾ കോൺഗ്രസ് തന്നെയാണ് അവരുടെ ചോയ്സ് എന്ന് വരുന്നു. അത് നിശ്ചയമായും ഡീൻ കുര്യാക്കോസിന് ആശ്വാസകരമായ ആദ്യത്തെ ഘടകമാണ്. അപ്പം സുജയെ പ്രതീക്ഷിക്കുന്നത് പോലെ 2014 ആവർത്തിക്കുമെന്നൊരു സൂചന നമ്മൾ നൽകിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളിൽ നില കുറച്ച് പരിങ്ങലിലാണ് എന്നുള്ള അവസ്ഥയുണ്ട്. അത് ഉൾക്കൊള്ളുന്നു MP ഉൾക്കൊള്ളുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മികച്ചതാണോ, മോശമാണോ? നോക്കാം. ശരാശരിയാണോ? വളരെ മികച്ചെന്ന് അഭിപ്രായപ്പെടുന്നവർ 7.5% പേരാണ്. മികച്ചത് എന്ന 18.1%. അതായത് 25.6% പേർ മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തും. അതേസമയം മോശമെന്ന അഭിപ്രായം പറയുന്നവർ 20.5%, വളരെ മോശമെന്ന് പറയുന്നത് 28.9%. 29.4. അപ്പൊ 29.4 പേര് മോദി സർക്കാർ നല്ലതല്ല എന്ന് പറയുന്നു. അവിടെയും ഒരു പ്രശ്നമുണ്ട്, വളരെ ചെറിയ വ്യത്യാസം അല്ലെ? 25.6% ആളുകളാണ് ഈ പറയുന്ന മികച്ചത് എന്ന് പറയുന്നത്. 29.4 പേരാണ്. ശരാശരിക്കാർ കുറച്ച് കൂടുതലാണ്. 2 ചോദ്യത്തിനായി 41.4. ശരാശരി 41.4%. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആ മണ്ഡലം ആർക്കെങ്കിലും ഏകപക്ഷീയമായി ആർക്കും അനുകൂലമല്ല. ഇതാണ് പിടിതരാത്തൊരു സാഹചര്യം കാണിക്കുന്നു. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, ഈ 2 സാധ്യതകളെ ഇടുക്കി മണ്ഡലത്തിലുള്ളൂ. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളൂ. അപ്പോ ഈ LDF-നാണോ അതോ UDF-നാണോ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് ഏകപക്ഷീയമായ ഒരു ചിത്രം ഇപ്പോൾ ഇടുക്കി കാണിക്കും. അവിടെ ഇടുക്കിക്കാരുടെ ഒരു പൊതു സ്വഭാവമായിട്ട് അതിനെ കാണാമോ? പൊതുവെ തുറന്നു പറയാത്തവരുടെ രീതികളുണ്ടല്ലോ ഓരോ മണ്ഡലത്തിലും ആളുകളുടെ സ്വഭാവം. 2014 ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി വരുന്നു. അതുപോലെ തന്നെ സഭയും എടുക്കുന്ന നിലപാടുകൾ, മലയോര ജനതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. അതിലേത് ഘടകമാണ് അവതരിപ്പിക്കുന്നത് എന്നനുസരിച്ചാണ് അവരുടെ വോട്ട് വരുന്നത്. 2014 ഒരു രീതിയിൽ ചിന്തിച്ചവർ 2019 അതേ സ്ഥാനാർത്ഥിയെ കൈവിടുന്നത് നമ്മൾ ഇടുക്കിയിൽ കണ്ടതാണ്. പിന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയ മണ്ഡലമാണ്. അപ്പൊ അവിടെ PT തോമസിനെ പോലൊരു നേതാവ് ആ ജില്ലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നമ്മൾ ഓർക്കണം, PT തോമസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തിയ സംസ്ഥാന ജില്ലയാണ് ഇടുക്കി എന്നുള്ളത്. അപ്പം ഇടുക്കിയുടെ പ്രതികരണങ്ങൾ എപ്പോഴും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു വീഴ്ചയില്ല. ഈ മലയിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ ഒരു മനക്കരുത്തുണ്ടല്ലോ, ആ കരുത്ത് നിശ്ചയമായും അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ടുള്ള കുടിയിറക്കൽ നടന്നപ്പോൾ, ഒഴിപ്പിക്കൽ നടന്നപ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. വളരെ അടുത്ത് നടന്ന സംഭവമാണ്. ഈ സർവേ നടക്കുന്ന ആ ഒരു കാലപരിധിയിൽ കണ്ട ഒരു കാഴ്ച കൂടിയാണത്. അപ്പോൾ അങ്ങനെയുള്ള പല വിഷയങ്ങൾ അവിടെ അത് മാത്രമല്ല, ഈ ഭൂപതിവ് നിയമം ഉണ്ടല്ലോ, ഭൂപതിവ് നിയമം പിന്നെ അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. ആ ഒറ്റക്കെട്ടായതുകൊണ്ട് ആ ഭൂപതിവ് നിയമം പാസാക്കിയത് LDF സർക്കാരാണ്. ആ സർക്കാർ പാസാക്കിയ നിയമത്തിന് ഒപ്പുവെക്കാതിരിക്കുന്ന ആളാണ് ഗവർണർ. ഗവർണർക്കെതിരെ ജനകീയ ഹർത്താൽ നടന്ന ജില്ലയാണ് ഇടുക്കി. ആ അർത്ഥത്തിലൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഏകപക്ഷീയമല്ല ഇടുക്കിയിലെ ഈ പറയുന്ന വികാരം. പറയാൻ വരട്ടെ. അപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം വരുമ്പോൾ അതിൽ വ്യക്തത വരുമല്ലോ.